ഒരു സാധാരണ ചെടിയുടെ വേരുകള് മണ്ണിന്റെ അടിയിലേക്കാണ് വളർന്നു പോകുന്നത്. അത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഓർക്കിഡ് പ്ലാന്റ്സിന്റെ വേരുകള് ഇങ്ങനെ വായിൽ ഇങ്ങനെ നിൽക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറും ഒരു വേരല്ല, അന്തരീക്ഷത്തിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും തനിയെ വലിച്ചെടുക്കുന്ന ഓർക്കിഡിന്റെ ഒരു സ്പെഷ്യൽ മാജിക് സിസ്റ്റമാണ്. പലരും കാണുമ്പോൾ അഭംഗിയായിട്ട് തോന്നുന്നതുകൊണ്ട് വെട്ടിമാറ്റുന്ന ഈ ഏരിയൽ റൂട്ട്സ് ആണ് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന്റെ ജീവൻ. ഇന്ന് ഈ വീഡിയോയില് ഏരിയൽ റൂട്ട്സിന്റെ പിന്നിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ചും ഇത് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. ഓർക്കിഡ് പ്ലാന്റ് വളർത്തുന്ന പലരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് ഇതുപോലെ പോട്ടിന്റെ പുറത്തേക്ക് കിടക്കുന്ന ഇതുപോലുള്ള വേരുകൾ. ചിലപ്പോ ഭംഗിക്കുറവുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പുറത്തും കൂടി ഇതുപോലെ വേര് വരുമ്പോ വെക്കാനുള്ള അസൗകര്യക്കുറവോ എന്തെങ്കിലും കൊണ്ടായിരിക്കാം ഈ വേരുകൾ കട്ട് ചെയ്ത് കളയാറുണ്ട്. പക്ഷേ നമ്മുടെ ഓർക്കിഡ് ഫ്ലവർ നോക്കുന്നതിനേക്കാൾ, ശ്രദ്ധ കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഈ വേരുകൾക്കാണെന്ന് പറഞ്ഞാല് നിങ്ങൾ വിശ്വസിക്കുമോ? മണ്ണിൽ നിന്നല്ലാതെ വായുവിൽ നിന്ന് വെള്ളവും അതിനുവേണ്ട പോഷകങ്ങളും വലിച്ചെടുക്കുന്ന ഈ ഏരിയൽ റൂട്ട്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ചെറുപ്പം മുതലേ കണ്ടും കേട്ടും വളർന്നിട്ടുള്ള ഒരു കാര്യമാണ് സസ്യങ്ങളുടെ വേരുകളെല്ലാം മണ്ണിലാണ് ഉണ്ടാകുന്നതെന്ന്. എന്നാൽ അതിൽ നിന്നും എല്ലാം വിപരീതമായിട്ട് മണ്ണില്ലാതെ അന്തരീക്ഷത്തിൽ വായുവിൽ തൂങ്ങിക്കിടക്കുന്ന, വായുവിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വേരുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഏരിയൽ റൂട്ട്സ്. ഉദാഹരണത്തിന് ആൽമരം. ആൽമരത്തിന്റെ കൊമ്പുകളിൽ നിന്ന് വലിയ വേരുകള് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കണ്ടോ? ഞാൻ അതിൽ തൂങ്ങിക്കളിച്ചിട്ടുണ്ട് കേട്ടോ. ചെറുപ്പത്തിലെയാണ്. നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? അതുപോലെ തൂങ്ങി ആടി കളിച്ചിട്ടുണ്ടോ ആ വേരുകളിൽ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നമ്മള് വീട്ടിൽ വളർത്തുന്ന മണി പ്ലാന്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മണി പ്ലാന്റിന്റെ തണ്ടുകളിൽ നിന്ന് വരുന്ന ചെറിയ വേരുകൾ കണ്ടിട്ടില്ലേ? ഈ റൂട്ട്സുകളെയാണ് നമ്മൾ ഏരിയൽ റൂട്ട്സ് എന്ന് പറയുന്നത്. എപ്പിഫൈറ്റിക് ഓർക്കിഡ്സുകളിലാണ് പ്രധാനമായിട്ടും ഏരിയൽ റൂട്ട്സ് കണ്ടുവരുന്നത്. ഏതെങ്കിലും മരത്തിലോ സസ്യങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതലങ്ങളിലോ വേര് ഉറപ്പിച്ച് പറ്റിപ്പിടിച്ച് വളരുന്ന ഓർക്കിഡുകളെയാണ് നമ്മൾ എപ്പിഫൈറ്റിക് ഓർക്കിഡുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഡെൻഡ്രോബിയം ഓർക്കിഡ്സ്, ഫെലനോപ്സിസ്, വാൻഡ, മൊക്കാറ, പിന്നീട് കാറ്റ്ലിയ, ഇങ്ങനെയുള്ള എല്ലാ ഓർക്കിഡുകളിലും നമുക്ക് ഏരിയൽ റൂട്ട്സ് കാണാൻ പറ്റുന്നതാണ്. എന്തിനാണ് ഓർക്കിഡ്സ് കൂടുതലായി ഏരിയൽ റൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ഈ വേരുകളുടെ പുറം പാളിയിലെ മെലാമിൻ എന്ന് വിളിക്കുന്ന സ്പോഞ്ച് പോലുള്ള ഒരു കോശപ്പാളിയുണ്ട്. അത് അന്തരീക്ഷത്തിലെ വെള്ളം ആഗിരണം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ മഴയിൽ നിന്ന് വരുന്ന മഴവെള്ളത്തിൽ നിന്ന് കിട്ടുന്ന പോഷകങ്ങളൊക്കെ ഇതിലൂടെയാണ് അത് വലിച്ചെടുക്കുന്നത്. രണ്ടാമതായിട്ട് പറയാനുള്ളതേ, നമ്മുടെ ഓർക്കിഡ് മണ്ണിലല്ലല്ലോ വളരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മണ്ണിൽ വളരുന്ന പ്ലാന്റ്സിനൊക്കെ തായ്വേരുണ്ട്. പക്ഷെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് അതില്ല. തായ്വേര് എന്താണെന്നുള്ളത് അറിയാലോ. തായ്വേര് കൊണ്ടാണ് നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ
തായ്വേരില്ലാത്തതുകൊണ്ട് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് അതായത് ഉറച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയാണ് ഇതിന്റെ വേരുകൾ, ഈ വേരുകൾ അതായത് മരച്ചില്ലകളിൽ മറ്റും ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള പ്രതലങ്ങളിൽ വലിഞ്ഞു മുറുകി പിടിച്ച് ഇത് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ വേരുകൾ അത് സഹായിക്കാറുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നതേ, നമ്മുടെ ഈ വേരുകളുടെ അറ്റങ്ങളിലൊക്കെ ഇല്ലേ, ഇതിലൊക്കെ ഹരിതകം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ പച്ച കളർ വരും. ഈ പച്ച കളറ് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ സൂര്യനിൽ നിന്ന് ഇതിനാവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കാനായിട്ട് ആ പച്ച നിറം ഈ വേരുകളെ സഹായിക്കാറുണ്ട്. അങ്ങനെ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഓർക്കിഡ്സ് കൂടുതലായിട്ട് ഏരിയൽ റൂട്ട്സുകളെ പ്രൊവൈഡ് ചെയ്യുന്നത്. ചെടിയുടെ ആരോഗ്യത്തിന് ഈ ഏരിയൽ റൂട്ട്സ് ആവശ്യമായതുകൊണ്ട് ഒരു കാരണവശാലും ഇത് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഇങ്ങനെ പുറത്തു കിടക്കുന്ന ഏരിയൽ റൂട്ട്സ് ഒരു കാരണവശാലും പോട്ടിംഗ് മീഡിയത്തിലേക്ക് കൊത്തി ഒടിച്ചോ നുറുക്കിയോ ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പാടില്ല. ഇതിങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഈ ഏരിയൽ റൂട്ട്സിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല ആരോഗ്യത്തോടെ തന്നെ നിലനിൽക്കും. ഇല്ല, ഒരു കാരണവശാലും ഏരിയൽ റൂട്ട്സ് കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഈ ഹെൽത്തി ആയിട്ടുള്ള ഏരിയൽ റൂട്ട്സ് വായുവിലൂടെ നമ്മുടെ പ്ലാന്റിന് ആവശ്യമായ വെള്ളവും പോഷകങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ വളർച്ച മന്ദഗതിയിലേക്ക് പോവുകയും ചെടി വാടിപ്പോകാനായിട്ട് സാധ്യത കൂടുകയും ചെയ്യും. ഏരിയൽ റൂട്ട്സ് കട്ട് ചെയ്ത് കളയരുത് എന്ന് പറയുന്നതിന് കാരണം ഒരു പ്രൂഫ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഇത് കണ്ടോ, ഈ നടുക്കുള്ള റൂട്ട്സിൻ്റെ നോക്കി, ഇവിടെ നോക്കി, കണ്ടോ, ഇത് ഒടിഞ്ഞിരിക്കുകയാണ്. നമുക്ക് വിചാരിക്കും നമ്മൾ ഇത് ഡാമേജ് ആയ റൂട്ട്സ് ആണെന്ന് തോന്നും. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ അറ്റത്തേക്ക് നോക്കി, കണ്ടോ, നോക്കി, ആ റൂട്ട്സിൽ നിന്ന് വേറെ റൂട്ട്സ് പിടിച്ചു വന്നിരിക്കുന്നത് കണ്ടോ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു കാരണവശാലും ഏരിയൽ റൂട്ട്സ് കട്ട് ചെയ്ത് കളയരുതെന്ന് പറയുന്നത്. പ്ലാന്റിൽ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കുമ്പോൾ ഏരിയൽ റൂട്ട്സിലേക്ക് ഒക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ആ വെള്ളം വലിച്ചെടുക്കുകയും അത് ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടുകയും ചെയ്യും. ഈർപ്പം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണ് ഓർക്കിഡ് പ്ലാന്റ്സ്. അതുകൊണ്ട് ഇത് നല്ല ഈർപ്പമുള്ള, അതിനാവശ്യമായ ഈർപ്പമുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റിവെച്ച് കൊടുക്കുക. റീപോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും നമ്മുടെ ഈ പുറത്തേക്ക് കിടക്കുന്ന എയർ റൂട്ട്സ് ഈ പോട്ടിലേക്ക് ഉള്ളിലേക്ക് കുത്തി നിറച്ച് വെച്ച് കൊടുക്കരുത്. ഇത് ഫ്രീ ആയിട്ട് തന്നെ കിടക്കട്ടെ. നല്ല പ്രകാശവും വായുസഞ്ചാരമുള്ള സ്ഥലത്ത് നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് വെക്കുക. പിന്നീട് ഒന്ന് ശ്രദ്ധിക്കുക, നേരിട്ടുള്ള വെളിച്ചം നമ്മുടെ ഈ ഏരിയൽ റൂട്ട്സിന് കൊള്ളാൻ പാടില്ല. നേരിട്ടുള്ള വെയിൽ കൊള്ളുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോവുകയും നമ്മുടെ പ്ലാന്റിന് അത് ബാധിക്കുകയും ചെയ്യും. പ്ലാന്റിന് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ എയർ റൂട്ട്സിനൊക്കെ ഒന്ന് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നല്ലൊരു ഗ്രോത്ത് ഉണ്ടായി നമ്മുടെ പ്ലാന്റ് നന്നായിട്ട് വളർന്നു കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നീട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആഴത്തിൽ പടരുന്ന വേരുകളാണ് മരങ്ങളെ ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് പ്രകൃതിയോട് ചേർന്ന് നിൽക്കാം.